തമിഴ്നാട്ടിലെ മധുര തിരുപ്രംകുൻട്രം മലയിൽ നെല്ലിത്തോപ്പ് പ്രദേശത്ത് മതപരമായ ആചാരങ്ങൾ നിയന്ത്രിച്ച മദ്രാസ് ഹൈക്കോടതി വിധി ശരിവച്ച് സുപ്രീം കോടതി. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത ദർഗയിൽ ദിവസേന ആരാധനയ്ക്ക് അനുമതി തേടി ഇമാം ഹുസൈൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. റംസാൻ ബക്രീദ് ദിവസങ്ങളിൽ മാത്രമേ മുസ്ലിങ്ങൾ തിരുപ്രംകുൻട്രം ദർഗയിൽ പ്രാർത്ഥന നടത്താവൂ എന്ന ഹൈക്കോടതി വിധിയും ദർഗ പരിസരത്ത് മൃഗബലി നിരോധിച്ചതും സുപ്രീം കോടതി ശരിവച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒറ്റ നോട്ടത്തിൽ തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് നൽകുന്ന തിരിച്ചടി അത് ചെറുതല്ല, കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്? രാഖി, ആരാധനാ തർക്കം നിലനിൽക്കുന്ന മധുരയിലെ തിരുപ്രംകുൻട്രം മലയിൽ മുഴുവൻ ദിവസവും ആരാധനാ അവകാശം തേടിക്കൊണ്ട് മുസ്ലിം വിഭാഗം നൽകിയിട്ടുള്ള ഹർജിയിലാണ് അവർക്കിപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് മുസ്ലിം വിഭാഗം എത്തിച്ചിട്ടുള്ള വാദം അവിടെയും മുഴുവൻ ദിവസവും ആരാധനയ്ക്കുള്ള അവകാശം നൽകണം. സ്വന്തമായി ഈ ദർഗ പ്രവർത്തിക്കുന്ന രീതിയിൽ മറ്റു പ്രദേശങ്ങളിൽ എങ്ങനെയാണോ ആ ദർഗ പ്രവർത്തിക്കുന്നത് അതിന് സ്വതന്ത്രമായി തന്നെ അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണം, ആരാധനയ്ക്ക് അവകാശം നൽകണം തുടങ്ങിയിട്ടുള്ള വാദങ്ങളായിരുന്നു മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെയും ഇമാം ഹുസൈൻ എന്ന വ്യക്തിയിലൂടെ ഹർജി മുൻപോട്ട് വെച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് തിരുപ്രംകുൻട്രം മലയിലെ ആരാധനാവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സന്തുലിതമാണെന്നും നിലവിൽ അക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതായത് മദ്രാസ് ഹൈക്കോടതി അവിടെ ദർഗയിൽ ബക്രീദിനും ഒപ്പം റംസാൻ ഈ ദിവസങ്ങളിൽ മാത്രം മുസ്ലിം വിഭാഗത്തിന് ആരാധന അവകാശം നൽകിയിട്ടുണ്ട്. അവിടെ ആരാധന നടത്താം. കൂടാതെ മൃഗബലി പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരുന്നു. ആ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സന്തുലിതമാണെന്നും അതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കേസും സുപ്രീം കോടതിയിൽ തന്നെ നിലവിലുണ്ട്. അത് തിരുപ്രംകുൻട്രം ആ ഒരു മേഖല ഭഗവാൻ മുരുകൻ്റെ വാസസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന കരുതുന്ന ആ പ്രദേശത്ത് മുഴുവൻ ദിവസവും അവിടെ കൽവിളക്കിൽ ദീപം തെളിയിക്കാനുള്ള അവസരമുണ്ടാകണമെന്നും ആ ഭൂപ്രദേശം പുരാവസ്തു ഗവേഷണ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിലവിൽ സുപ്രീം കോടതിയിലുണ്ട്. ആ ഹർജിയിന്മേൽ സംസ്ഥാന സർക്കാരിന്, സ്റ്റാലിൻ സർക്കാരിനുമൊപ്പം പുരാവസ്തു ഗവേഷണ വകുപ്പിനും സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദു ധർമ്മ പരിഷത്ത് എന്ന സംഘടനയാണ് തിരുപ്രംകുൻട്രത്ത് അവിടെ കൽവിളക്കിൽ വർഷത്തിൽ എല്ലാ ദിവസവും ദീപം തെളിയിക്കാൻ അവകാശം വേണം, ആരാധനാവകാശം വേണം എന്ന് വാദിച്ചുകൊണ്ട് അതിൻ്റെ വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിക്ക് നൽകിയിട്ടുള്ളത്. ആ ഹർജി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ എല്ലാ ദിവസവും ആരാധനയ്ക്ക് അവകാശം നൽകണമെന്നൊരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. എന്നാൽ ആ ഹർജി നിലവിൽ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. കേസിൽ മുസ്ലിം വിഭാഗത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. നേരത്തെ തിരുപ്രംകുൻട്രം മലയിൽ കാർത്തിക ദീപം തെളിയിക്കാൻ ഉത്തരവിട്ട മദ്രാസ് ഹൈക്കോടതി ജഡ്ജിക്ക് ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ളൊരു നീക്കം ഉൾപ്പെടെ DMK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ആ കാർത്തിക ദീപം തെളിയിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും പാലിക്കാൻ DMK സർക്കാർ തയ്യാറാകാതിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായൊരു വിഷയമാണ് തിരുപ്രംകുൻട്രത്തിലെ ആരാധനാ വിഷയം. അവിടെ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ വാദങ്ങൾ സുപ്രീം കോടതി തള്ളുകയും മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ശരിവച്ചിരിക്കുകയുമാണ്. രാഖി, ജിഷ്ണു, എന്തായാലും വളരെ നിർണായകമായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്രംകുൻട്രം മലയിൽ നെല്ലിത്തോപ്പ് പ്രദേശത്ത് മതപരമായ ആചാരങ്ങൾ നിയന്ത്രിച്ച മദ്രാസ് ഹൈക്കോടതി വിധി ശരിവയ്ക്കുകയായിരുന്നു സുപ്രീം കോടതി. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ദർഗയിൽ ദിവസേന ആരാധനയ്ക്ക് അനുമതി തേടിയ ഇമാം ഹുസൈൻ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. എന്തായാലും ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിരൂക്ഷമായ ഭാഷയിൽ പറഞ്ഞാൽ കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്.